നമസ്കാരം. ഞാൻ ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണപിള്ള. പ്രതിപദത്തിലേക്ക് സ്വാഗതം. ഇന്ന് 19ാമത്തെ ക്ലാസ്സാണ്. കുഞ്ചൻ നമ്പ്യാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ വാസസ്ഥലം തുള്ളൽപ്പാട്ടുണ്ടാക്കുന്ന സമയം അമ്പലപ്പുഴയായിരുന്നു എന്നും പുരാതന ഗൃഹം കിള്ളിക്കുരിശിമംഗലമെന്നും കല്യാണ സൗഗന്ധികം തുള്ളൽ കഥയിലെ പ്രാരംഭം കൊണ്ട് നിശ്ചയിക്കാം. ചെമ്പകനാട്ടിൻ അലങ്കാരഭൂതനാം തമ്പുരാൻ ദേവനാരായണ സ്വാമിയും കമ്പം കളഞ്ഞെന്നെ രക്ഷിച്ചുകൊള്ളണം കുമ്പിടുന്നേനിന്ന് നിൻപദാംഭോരുകം. കിള്ളിക്കുരിശി എന്നുള്ള പുരം തന്നിലുള്ള പരദൈവം ഉള്ളത്തിൽ വന്നുടൻ. നമ്പ്യാരുടെ യോഗ്യത മുഴുവനും തുള്ളൽ കഥകൾ കൊണ്ടറിയാം. നേരമ്പോക്കിനും വീര ശൃംഗാരാദി രസവർണ്ണനകൾക്കും തത്തുല്യനായി ഇതര കവികളെ കാണുന്നില്ല. പി ഗോവിന്ദപിള്ള, പ്രഥമ ഭാഷാചരിത്രം, പുറം 281. കുഞ്ചൻ നമ്പ്യാർ കൊല്ലവർഷം 830 ആണ്ടിടയ്ക്ക് പാലക്കാട് ജില്ലയിൽ തിരുവില്ലാമലയ്ക്കടുത്തുള്ള കിള്ളിക്കുരിശിമംഗലം എന്ന സ്ഥലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു. പ്രസ്തുത ഭവനം ഇന്ന് നമ്പ്യാരുടെ സ്മാരകമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നിസ്സന്ദേഹമായി പറയുവാൻ കഴിയുന്ന വസ്തുതകൾ കുറവാണ്. നമ്പ്യാരുടെ പേരിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയ കൃതികളുടെ എണ്ണത്തെക്കുറിച്ചും തർക്കം നിലനിൽക്കുന്നു. കുഞ്ചൻ എന്നത് അമ്പലപ്പുഴ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കിട്ടിയ സ്ഥാനപ്പേരാണെന്ന് ചിലർ കരുതുന്നു. കുഞ്ചൻ ഓപനപ്പേർ മാത്രമാണെന്ന് ഉള്ളൂർ പറയുന്നു. കൃഷ്ണൻ എന്നായിരുന്നു നമ്പ്യാരുടെ പേരെന്ന് കലക്കത്ത് ഭവനത്തിലെ ഒരു മുത്തശ്ശി പറഞ്ഞ കഥ ആറ്റൂർ കൃഷ്ണപിഷാരടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആർ നാരായണപ്പണിക്കർ, ഉള്ളൂർ തുടങ്ങിയവർ രാമനാമ പക്ഷക്കാരാണ്. നമ്പ്യാർ പ്രാരംഭ വിദ്യാഭ്യാസം കിള്ളിക്കുരിശിമംഗലത്ത് വെച്ച് ആയിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മാതുലനായ രാഘവൻ നമ്പ്യാരും ഒരു നാരായണ ഭട്ടതിരിയുമാണ് ആദ്യ ഗുരുക്കന്മാരെന്നും പറഞ്ഞുവരുന്നു. പിന്നീടാണ് അമ്പലപ്പുഴയിലേക്ക് താമസം മാറ്റിയത്. അവിടെ ഉണ്ണിരവിക്കുറുപ്പ്, ദ്രോണംപള്ളി ആചാര്യൻ എന്നിവർ അവിടുത്തെ ഗുരുക്കന്മാരായിരുന്നു. അവരുടെ കീഴിലായിരുന്നു ഉപരിവിദ്യാഭ്യാസം എന്ന് കരുതാം. ദിക്കുപത്തും പുകഴ്ന്നോര് ദ്രോണംപള്ളി നൽ കുലഭൂഷണൻ മൽ ഗുരുനാഥൻ എന്ന് നമ്പ്യാർ ഗുരുനാഥന്മാരെ ഭക്ത്യാദരപൂർവ്വം അനുസ്മരിക്കുന്നുണ്ട്. നന്ദിക്കാട്ട് വീട്ടിലെ ഉണ്ണിരവിക്കുറുപ്പാണ് കവി ബാലരവി എന്ന് കാവ്യത്തിൽ കല്യാണ സൗഗന്ധികത്തിൽ വിശേഷിപ്പിക്കുന്നത്. നന്ദികാരുണ്യമാം മന്ദിരേ വാഴുന്ന മന്ദാരദാരുവാം ബാലരവിയുടെ. നന്ദികാരുണ്യമാം മന്ദിരേ വാഴുന്ന മന്ദാര ദാരുവാം ബാലരവിയുടെ കല്യാണ സൗഗന്ധികത്തിന്റെ ആരംഭം. മാത്തൂർ പണിക്കരുമായും നമ്പ്യാർക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന് കാണാം. തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചതും അമ്പലപ്പുഴ വച്ചു തന്നെ. 950 അടുത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിനോട് ചേർത്തതോടെ നമ്പ്യാരും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അങ്ങനെയാണ് നമ്പ്യാർ ഉണ്ണായി വാര്യരുമായിട്ട് പരിചയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ ആശ്രിതനായും 940 വരെ തിരുവനന്തപുരത്ത് അദ്ദേഹം കഴിച്ചുകൂട്ടുകയും വാർദ്ധക്യം കൊണ്ടും മറ്റും വീണ്ടും അമ്പലപ്പുഴയ്ക്ക് മടങ്ങുകയും ചെയ്തു.
അമ്പലപ്പുഴ വച്ച് ഒരു പേപ്പട്ടി കടിച്ചതിന്റെ ഫലമായി 945 നമ്പ്യാർ ഇഹലോകവാസം വെടിഞ്ഞു. ഇതാണ് സാമാന്യമായി വിശ്വസിക്കാവുന്ന നമ്പ്യാരുടെ ജീവിതം. AD 1705 മുതൽ 1770 വരെയാണ് അദ്ദേഹത്തിന്റെ കാലം നിർണയിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പ്രതിദിനം ഇരുന്നാഴി പാൽപായസവും 2 അപ്പവും താലൂക്കിൽ നിന്ന് പ്രതിമാസം 15 പണം അടുത്തൂണും ധർമ്മരാജാവ് അനുവദിച്ചു കൊടുത്തത്രേ. കോലം കെട്ടുക കോലകങ്ങളിൽ നടക്കുന്നുള്ള വേലയ്ക്കിനി കാലം വാർദ്ധക്യമാകൊണ്ടടിയനെ ചാടിക്കല ഭൂപതേ എന്നൊരു ശ്ലോകം എഴുതി അദ്ദേഹം ധർമ്മരാജാവിന് സമർപ്പിച്ചു. മഹാരാജാവ് അതിൽ സന്തോഷിക്കുകയും വീരശൃംഖലയും 7000 കലിപ്പണവും സമ്മാനം കൊടുത്തയച്ചതുകൂടാതെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും നമ്പ്യാരുടെ തറവാട്ടിലേക്ക് ചോറും പാൽപായസവും പതിച്ചു കൊടുക്കുകയും ചെയ്തു. പി. ഗോവിന്ദപിള്ള, മലയാള ഭാഷാചരിത്രം, പുറം 274. ഏകദേശം 70ഓളം വർഷമേ നമ്പ്യാർ ജീവിച്ചിരുന്നതായി കാണുന്നുള്ളൂ. കുടുംബജീവിതത്തെപ്പറ്റി വ്യക്തമായ സൂചനകൾ ഒന്നുമില്ല. ഒരുപക്ഷെ ബ്രഹ്മചാരിയാകാം. കലയ്ക്കും സാഹിത്യത്തിനും സാമൂഹ്യ വിമർശനത്തിനും വേണ്ടി ഒഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു നമ്പ്യാരുടേത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള നമ്പ്യാർ മഠം ആയിരുന്നു അദ്ദേഹത്തിന്റെ വസതി. അത് ഇന്ന് സ്മാരകമായി ഒരു കളരി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. രാമപാണിവാദനും കുഞ്ചൻ നമ്പ്യാരും ഒരാൾ തന്നെയാണോ എന്ന ചിന്ത സാഹിത്യ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു കാലത്ത് സജീവമായി നിലനിന്നിരുന്നു. കുഞ്ചൻ നമ്പ്യാരും രാമപാണിവാദനും ഒരാളാണെന്ന് വാദിച്ചവരിൽ മുമ്പൻ ഉള്ളൂരാണ്. പിന്നീട് ആർ നാരായണപ്പണിക്കരും KR കൃഷ്ണപിള്ളയും അത് ഏറ്റെടുത്തു. കേരള സാഹിത്യ ചരിത്രത്തിലാണ് ഉള്ളൂർ അത് അഭിപ്രായപ്പെട്ടത്. എന്നാൽ വടക്കങ്കൂർ രാജരാജവർമ്മയും ഡോക്ടർ ചേലനാട്ട് അച്യുതമേനോനും ഈ വാദം അംഗീകരിക്കുന്നില്ല. രാമപാണിവാദൻ എന്നൊരു സംസ്കൃത പണ്ഡിതൻ അക്കാലത്ത് ഉണ്ടായിരുന്നത്രേ. നമ്പ്യാരെ പരാമർശിക്കുന്ന രാജകൊട്ടാര രേഖകളിൽ ഒരിടത്തും രാമപാണിവാദൻ എന്നില്ല. മാത്രമല്ല, നമ്പ്യാരുടെ രസികതയും പരിഹാസ ധോരണികളും ഗുരുസ്മരണയും ഈ കാവ്യങ്ങളിൽ ഒരിടത്തും ഇല്ല. നമ്പ്യാർക്ക് രാമൻ എന്നും കൃഷ്ണൻ എന്നും പേരുകൾ ഉണ്ടായിരുന്നതായും ചിലർ വാദിക്കുന്നു. അതൊന്നും പൂർണ്ണമായി വിശ്വാസയോഗ്യമല്ല എന്ന് ഡോക്ടർ VS ശർമ്മ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ പാഠവും പഠനവും എന്ന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തുള്ളലിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായം നിലവിലുണ്ട്. PM കുട്ടിക്കൃഷ്ണ മേനോന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്. തകഴി ശാസ്താക്ഷേത്രത്തിൽ പടയണി എന്ന അടിയന്തരത്തിൽ ഓരോ വേഷക്കാർ പുറപ്പെടുമ്പോൾ ചൊല്ലുവാനായി ഉദ്ദേശിച്ചിരുന്ന തുള്ളൽ പാട്ടുകൾ ക്രമേണ മലയാളത്തിൽ മുഖ്യ വിനോദമായി. 12 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ അടിയന്തരത്തിൽ പറയൻ, ശീതങ്കൻ, ചോവൻ, പരദേശി എന്നീ വേഷങ്ങളുണ്ടായിരുന്നു. ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നൊക്കെയാണ് അതിന് പറയുക. ഈ പടേണിക്ക് തുള്ളുവാൻ വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത പേക്കഥകളാണ് പിന്നീട് തുള്ളലായി രൂപാന്തരപ്പെട്ടത്. PM കുട്ടിക്കൃഷ്ണ മേനോൻ, കലയും വിദ്യയും കാഴ്ചപ്പാടിലൂടെ, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണം. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് സഭാപ്രവേശം പറയൻ തുള്ളലിൽ പറഞ്ഞിട്ടുള്ളതും
പണ്ടൊരു പടയണി കാൺമാൻ നമ്മെക്കൊണ്ട് പുറപ്പെട്ടാനീ വിദ്വാൻ എന്ന് രുക്മിണീ സ്വയംവരം തുള്ളലിൽ നമ്പ്യാർ പാടുന്നതും മേൽപ്പറഞ്ഞ പടയണി അടിയന്തരത്തെക്കുറിച്ചാണെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാലത്ത് അശ്ലീലമെന്ന് പോലും പറയാവുന്ന ചില പേക്കഥകൾ നമ്പ്യാർ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതിനാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തതെന്ന് എ ഡി ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ. നമ്പ്യാരുടെ രണ്ട് കൃതികളെപ്പറ്റി ചില കഥകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് പട്ടാഷ്ടകം, മറ്റൊന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. പിന്നെ താളപ്രസ്ഥാരം എന്നൊരു കൃതി. ഇതിൽ പി ഗോവിന്ദപിള്ള മലയാള ഭാഷാ ചരിത്രത്തിൽ പട്ടാഷ്ടകത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് സംബന്ധമായിട്ടൊരു കേട്ടുകേൾവി ഉണ്ടെന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പട്ടാഷ്ടകവും താളപ്രസ്ഥാരവും ഈ രണ്ട് രചനകളും പാണിവാദ തിലകൻ പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ കണ്ടെടുത്തിട്ടുണ്ട്. പട്ടാഷ്ടകം കുഞ്ചൻ സ്മാരകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പട്ടാഷ്ടകത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞൊരു കഥ ഇതാണ്. പണ്ട് കിള്ളിക്കുറിശ്ശിമംഗലം ക്ഷേത്രത്തിൽ ദിവസവും ഊട്ട് ഉണ്ടായിരുന്നു. പല ദേശത്തു നിന്നും പട്ടന്മാരുൾപ്പെടെയുള്ള പലരും ആ ഊട്ടിനെത്തും. ഒരു ദിവസം ഊട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്പ്യാർ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു കുട്ടി കിടന്നുറങ്ങുകയാണ്. കൂടെ വന്നവർ ആരുമില്ല. കുട്ടി ഒറ്റപ്പെട്ടുപോയി. നമ്പ്യാർ അവനെ തന്റെ മഠത്തിൽ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പഠിപ്പിച്ചു വളർത്തി. അന്ന് ആ കുട്ടിയുടെ കയ്യിൽ 8 കൊച്ചുകാശ് എന്ന് വെച്ചാൽ അന്ന് കൊച്ചിയിലെ കാശ് എന്നാണ്. 8 കൊച്ചുകാശുണ്ടായിരുന്നു. അത് നമ്പ്യാരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ താമസം തുടങ്ങിയത്. അവിടെ നിന്ന് പഠിച്ച് വളർന്ന് പ്രാപ്തനായപ്പോൾ അയാൾ തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കച്ചവടവും മറ്റും നടത്തി പണം സമ്പാദിച്ച് അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഈ നമ്പ്യാർക്ക് കൊടുത്ത 8 കാശിനെ പറ്റി ഓർമ്മ വരികയും അത് താൻ ആദ്യം സമ്പാദിച്ച പണമാണല്ലോ എന്ന് കരുതി അത് ചോദിക്കാൻ വേണ്ടി അയാൾ തിരികെ വരികയാണ്. അങ്ങനെ നമ്പ്യാരോട് ആ 8 കാശ് തിരികെ ചോദിച്ചു. അത് നമ്പ്യാർക്ക് വലിയ വിഷമമുണ്ടാക്കി. അദ്ദേഹം എങ്കിലും ആ കാശ് തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ഓരോ കാശ് കൊടുക്കുമ്പോഴും ഓരോ ശ്ലോകം ചൊല്ലിയിട്ടാണ് കൊടുക്കുക. ആ ശ്ലോകങ്ങളിൽ പട്ടന്മാരെ വളരെയേറെ ദുഷിക്കുന്ന തരത്തിലായിരുന്നു ഓരോ ശ്ലോകവും. അങ്ങനെ 8 ശ്ലോകം ചൊല്ലിയാണ് 8 കാശും തിരികെ കൊടുത്തത്. അത് കേട്ടപ്പോൾ ആ വന്നയാൾക്ക് അതൊരു മനോവിഷമം ഉണ്ടാക്കി. താൻ കൊടുത്ത പണമാണല്ലോ താൻ തിരിച്ചു ചോദിച്ചത്, എന്നിട്ടും തന്നെയും തന്റെ വംശത്തെയും ഇങ്ങനെ നമ്പ്യാര് മോശമായി സംസാരിച്ചല്ലോ എന്ന് പറയുകയും പോകുന്ന സമയത്ത് അയാൾ നമ്പ്യാരെ ശപിക്കുകയും ചെയ്തു എന്നാണ്. പട്ടി കടിച്ച് മരിക്കട്ടെ എന്നാണ് ആ ശാപം. അങ്ങനെയാണ് നമ്പ്യാരുടെ ജീവിതാവസാനം ഒരു പട്ടി കടിക്കുകയും വിഷ ബാധിച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് ഒരു കഥ പ്രചരിച്ചിട്ടുള്ളത്. കഥ എന്തായാലും പട്ടാഷ്ടകം എന്ന കൃതി കണ്ടെടുത്തിട്ടുണ്ട്. മറ്റൊരു കഥ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിന്റെ രചനയ്ക്ക് പിന്നിലുള്ളതാണ്. അത് പത്മശ്രീ നാരായണൻ നമ്പ്യാർ പറഞ്ഞതാണ്. നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിക്കവേ ഒരു ഗുരുകുലത്തിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് അവിടുത്തെ ഗുരുനാഥൻ ഒരു ശിക്ഷ കൊടുത്തു.
നാളെ വരുമ്പോൾ 12 സർഗങ്ങളുള്ളൊരു കാവ്യം എഴുതിക്കൊണ്ടുവരണം. ആ കുട്ടിക്ക് അത് സാധ്യമല്ലാത്തതിനാൽ അവിടെ ഉണ്ടായിരുന്ന സീനിയർ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്പ്യാരോട് വിവരം പറഞ്ഞു. നമ്പ്യാർ ആ ഗുരുകുലത്തിലെ 12 കുട്ടികളെ നിരത്തിയിരുത്തി ഓരോ സർഗവും ഓരോ ശ്ലോകം വെച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കുട്ടി 1-ാം സർഗത്തിലെ 1-ാം ശ്ലോകം എഴുതി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അടുത്ത അതിന് തുടർച്ചയായ ശ്ലോകം പറഞ്ഞു കൊടുക്കും. അങ്ങനെ 12 സർഗവും രാത്രി കഴിയും മുമ്പ് എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം പുലർച്ചെ ആ കുട്ടി ആ കാവ്യവുമായിട്ട് ഗുരുനാഥന്റെ അടുത്തെത്തി. ഗുരുനാഥൻ അത് വാങ്ങി നോക്കിയിട്ട് ഇത് നമ്പ്യാർക്കല്ലാതെ മറ്റാർക്കും എഴുതാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും നമ്പ്യാരെ ആളെ വിട്ട് വിളിപ്പിച്ചു എന്നുമാണ് ഒരു കഥ. നമ്പ്യാരുടെ കാലത്തും അതിനു മുമ്പും അമ്പലപ്പുഴ മുതലായ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പടയണി തുള്ളൽ എന്ന പ്രാകൃത കലാരൂപത്തെ പരിഷ്കരിച്ചതാണ് തുള്ളൽ എന്ന ദൃശ്യകലയും അതിനുവേണ്ട സാഹിത്യവും അദ്ദേഹം സൃഷ്ടിച്ചതെന്ന് പറയാം. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, കൈരളിയുടെ കഥ, പുറം 231. കവിത ചാട്ടവാറാക്കിയ പടയണി കവി എന്നാണ് അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ഇത്യർത്ഥ യേഷാം ശ്ലോകാനാം അല്ലാതൊന്നും ന വിദ്യതേ. അങ്ങനെ അന്നത്തെ എല്ലാ കവികളെയും ലജ്ജിതരാക്കിയ ഒരു ശ്ലോകമാണിതെന്ന് കേരള ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ ആർ നാരായണപ്പണിക്കർ ചൂണ്ടിക്കാട്ടുന്നു. കേരള ഭാഷാ സാഹിത്യ ചരിത്രം 5-ാം ഭാഗം, പുറം 87. നമ്പ്യാർ തുള്ളൽ കഥകളിൽ കൂടി നമുക്കൊരു പുതിയ സാഹിത്യ സാമ്രാജ്യം സംഭാവന ചെയ്തുവെന്നാണ് മഹാകവി ഉള്ളൂരിന്റെ വിലയിരുത്തൽ. ഗ്രീസിലെ അരിസ്റ്റോഫെനിസ്, റോമിലെ ജുവനൻ, ഫ്രാൻസിലെ മോളിയർ തുടങ്ങിയ പാശ്ചാത്യരായ ഹാസ സാഹിത്യകാരന്മാരുമായി നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ സധൈര്യം താരതമ്യപ്പെടുത്താവുന്നതാണ്. ഉള്ളൂർ, കേരള സാഹിത്യ ചരിത്രം, വാല്യം 3, പുറം 424-425. തുള്ളൽ നാട്ടരങ്ങിലെ ഏകാംഗാഭിനയ കലയാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നീ ആഢ്യകലകൾക്കിടയിൽ സാധാരണക്കാരന്റെ കലാരൂപമായി തുള്ളൽ രംഗപ്രവേശം ചെയ്തു. മനുഷ്യപ്രകൃതിയെ സൂക്ഷ്മമായി പഠിച്ച നമ്പ്യാർ ഭിന്ന പ്രകൃതികളായ മനുഷ്യരെ പുരാണ കഥാപാത്രങ്ങളിൽ അധ്യാരോഹണം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ നമ്പ്യാർ ആരെയും ഭയന്നില്ല. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും പ്രിയമായി പറവാനും ഭാവമില്ല എന്ന് പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളലിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമ്പ്യാരുടെ ഇച്ഛാശക്തിയുടെ പ്രകടനമാണിത്. കണ്ടാൽ പറവാൻ മടിയില്ലെനിക്കതിൻ, ഇണ്ടലുണ്ടായാൽ തരിമ്പും ഫലമില്ല എന്ന് ധ്രുവചരിതത്തിലും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും നമ്പ്യാർക്ക് നേരെ വിമർശന ശരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതാം. ചാക്യാർകൂത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ധൈര്യവും കലാ അവതരണ രീതിയും നമ്പ്യാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അറിയാത്ത മഹാമൂഢൻ തെറിവാക്കു പറയുമ്പോൾ എറിഞ്ഞ് കാലൊടിക്കുമെന്നറിഞ്ഞുകൊള്ളുവിൻ എല്ലാരും. കൃഷ്ണലീല ശീതങ്കം തുള്ളലിലെ വരിയാണ്. അത്രമാത്രം ഇച്ഛാശക്തി പ്രകടിപ്പിച്ച ഒരു കവിയായിരുന്നു ആ കാലഘട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാർ. അറിയാത്ത മഹാമൂഢൻ തെറിവാക്കു പറയുമ്പോൾ എറിഞ്ഞ് കാലൊടിക്കുമെന്നറിഞ്ഞുകൊള്ളുവിൻ എല്ലാരും. സംസ്കൃതാഭിമുഖ്യമായ ഭാഷയിൽ നിന്ന് മണിപ്രവാളത്തിന്റെ ഭംഗിയിലേക്കാണ് സാഹിത്യത്തെ നമ്പ്യാർ കൊണ്ടുവന്നത്. ഭാഷ ഏറി വരുന്ന നല്ല മണിപ്രവാളമെങ്കിലോ
ദൂഷണം വരുവാനുമില്ല, വിശേഷഭൂഷണമായി വരും എന്ന് സഭാപ്രവേശം പറയുന്നുള്ളിലും മധുരിപുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം എന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലും നമ്പ്യാർ തന്റെ മണിപ്രവാള ഭാഷയോടുള്ള താൽപര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഫലിത പരിഹാസ പ്രയോഗത്തിന്റെ യുക്തി നമ്പ്യാർ തന്നെ വ്യക്തമാക്കുന്നത് നോക്കുക. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെങ്കിൽ തിരിക്കും എന്ന് കുംഭകർണവധത്തിൽ അദ്ദേഹം പറയുന്നു. മണിപ്രവാളം മാത്രമല്ല, പച്ചമലയാള പദങ്ങൾ ധാരാളമായ നമ്പ്യാർ തന്റെ തുള്ളൽ കൃതികളിൽ അവിടെവിടെയായി വാരി വിതറിയിട്ടുണ്ട്. നമ്പ്യാർ ജീവിച്ച കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണവ. നാട്ടുഭാഷാ വഴക്കങ്ങൾ, നാടൻ ചൊല്ലുകൾ, നാടൻ ശൈലികൾ, നാടിന്റെ അകം നിറഞ്ഞ ഭാഷാ സ്വരൂപങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് തുള്ളൽ കൃതികൾ. പിൽക്കാലത്ത് പഴഞ്ചൊല്ലുകളായും ലോകോക്തികളായും എത്രയെത്ര വരികളാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നത്. തള്ളയ്ക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തത് അടുക്കുകയുള്ളൂ എന്നും, ഏറ് കൊടുപ്പാൻ തോന്നും എനിക്ക് പോറകളുടെ ധിക്കാരം കണ്ടാൽ, കള്ളുകുടിക്കുന്ന നായന്മാരുടെ പള്ളയ്ക്കിട്ട് കൊടുക്കണ കണ്ടു, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. അച്ചിക്ക് ദാസ്യപ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയെന്ന് തൊട്ടിയിട്ടിടണം. വീട്ടിലുണ്ടെങ്കിൽ വിരുന്നു ചോറും കിട്ടും, ഊട്ടിലും കിട്ടാ ദരിദ്രനെന്നാകിലോ. അങ്ങനെ എത്രയെത്ര ലോകോക്തികൾ നമ്പ്യാർ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്പ്യാർ തുള്ളൽ കൃതികളിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തം തരംഗിണിയാണ്. കലിയൻ വിരുത്തം എന്ന് പറയും. 4 ഗണം വീതമുള്ള പാദങ്ങൾ. അർത്ഥകേക, ശിതാഗ്ര, ഹംസപ്ലുതം, സ്വാഗത, മതമന്ധര എന്നിവയും ഓട്ടം തുള്ളിൽ അദ്ദേഹം ഉപയോഗിച്ചു കാണും. കാകളി, കളകാഞ്ചി മുതലായ കിളിപ്പാട്ട് വൃത്തങ്ങൾ മുറുകി ചൊല്ലിയാൽ ശീതങ്കനായി. കൃശമധ്യ അഥവാ അർത്ഥകേകയും ഉപയോഗിച്ചിട്ടുണ്ട്. പറയൽ തുള്ളലിൽ വക്ത്രം, മല്ലിക എന്നീ വൃത്തങ്ങൾ ഉപയോഗിച്ച് കാണും. കൂടാതെ ശാർദൂല വിക്രീഡിതം, സ്രഗ്ധര എന്നീ സംസ്കൃത വൃത്തങ്ങളും നമ്പ്യാർ ഉപയോഗിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ താളബോധമായിരുന്നു നമ്പ്യാർക്കുണ്ടായിരുന്നത്. താളപ്രസ്ഥാനം എന്ന കൃതി തന്നെ അതിന് തെളിവാണ്. നമ്പ്യാർ ഉപയോഗിച്ച അപൂർവ താളങ്ങളാണ് കുംഭതാളം, മർമ്മതാളം, കുണ്ടനാച്ചി, ലക്ഷ്മിതാളം, കുമ്മി, കാരിക, പഞ്ചാരി, അടന്ത, ചാപ്പ തുടങ്ങിയവ. കാളിയമർദ്ദനത്തിൽ കാളിയന്റെ ശിരസിൽ വാസുദേവൻ നൃത്തം ചെയ്യുന്നത് പ്രസ്തുത താളത്തിലും ഓടക്കുഴൽ വിളിക്കുന്നത് പലതരം രാഗങ്ങളിലുമാണ്. ഒന്നിനയച്ചാൽ അത് സാധിക്കില്ലെന്നല്ല അമളിയും ഒന്നു പിണയ്ക്കും. ഒന്നിനയച്ചാൽ അത് സാധിക്കില്ലെന്നല്ല അമളിയും ഒന്നു പിണയ്ക്കും. ഘോഷയാത്ര. ഈ കൃതി വായിച്ചാൽ ഇതിനു മുമ്പ് ഇത് വായിക്കാൻ തരപ്പെട്ടില്ലല്ലോ എന്ന് വ്യസനിക്കാത്ത സഹൃദയന്മാർ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ കൃതി വായിച്ചാൽ ഇതിനു മുമ്പ് ഇത് വായിക്കാൻ തരപ്പെട്ടില്ലല്ലോ എന്ന് വ്യസനിക്കാത്ത സഹൃദയന്മാർ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സാഹിത്യപഞ്ചാനൻ പി കെ നാരായണപിള്ളയുടെ അഭിപ്രായമാണ്. 3 ഭാഷാകവികൾ. അതുകൊണ്ടാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള പറഞ്ഞത്, എത്ര മുരടിച്ച ഗൗരവ സ്വഭാവക്കാരനെയും കുടുകുടച്ചിരിപ്പിച്ച് ഏത് പാമരനെയും ആകർഷിച്ച് വശപ്പെടുത്തി ആർക്കും മറക്കാനാകാത്ത വിധം ലോകകാര്യങ്ങൾ വർണ്ണിച്ചു കേൾപ്പിച്ച കവി.
കൈരളിയുടെ കഥ പുറം 230. നമ്പ്യാർ കവിതയെ വിമർശിച്ച ഒരു നിരൂപകനാണ് കുട്ടിക്കൃഷ്ണമാരാർ. കുഞ്ചൻ നമ്പ്യാർ സംസ്കാര ദൂഷകനാണ് എന്നൊരു നിരീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. രാജാങ്കണം എന്ന മാരാരുടെ പുസ്തകത്തിൽ സംസ്കാര ലോപം എന്ന ലേഖനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഹാസ്യത്തിന്റെ ഒരു ഉത്തമ തലത്തിലല്ല നമ്പ്യാരിലെ ഹാസ്യം നിലനിൽക്കുന്നതെന്ന അഭിപ്രായവും മാരാർക്കുണ്ടായിരുന്നു. ആദ്യത്തെ ജനകീയ കവി, ആദ്യത്തെ സാമൂഹ്യ വിമർശകനായ കവി, അഗ്രഗണ്യ ഹാസ്യകാരൻ എന്നീ നിലകളിൽ നമ്പ്യാർ വിലയിരുത്തപ്പെടുന്നു. മലയാള സാഹിത്യത്തിൽ ജനകീയ അഭിരുചിക്കനുസരിച്ച് എഴുതാൻ ബോധപൂർവം ഉദ്യമിച്ച ആദ്യത്തെ കവി കുഞ്ചൻ നമ്പ്യാരാണെന്ന് നിസ്സംശയം പറയാം. പി.കെ. പരമേശ്വരൻ നായർ, ആധുനിക മലയാള സാഹിത്യം. നമ്പ്യാരെ സംബന്ധിച്ച് വന്ന ആധുനിക പഠനങ്ങളിൽ ശ്രദ്ധേയം ഡോക്ടർ കെ.എൻ. ഗണേഷിന്റെ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകമാണ്. മിഖായൽ ഭക്തിന്റെ കാർണിവൽ സിദ്ധാന്തം അനുസരിച്ചാണ് കെ.എൻ. ഗണേഷ് തുള്ളൽ കൃതികളെ പഠിച്ചിരിക്കുന്നത്. അതിൽ ബഹുസ്വരത, ഉത്സവീകരണം എന്നീ 2 പരികൽപ്പനകൾ നമ്പ്യാർ കൃതികളിൽ അദ്ദേഹം കാണുന്നതായി വിവരിച്ചിട്ടുണ്ട്. വാക്കിൽ അനേകം ശബ്ദങ്ങളെ ചേർത്തുവച്ച കവി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാര വിചാരങ്ങൾ നമ്പ്യാർ കൃതികളിലുണ്ട്. ബഹുസ്വരതാവാദം ഈ കൃതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്നു. പിന്നീട് നമ്പ്യാർ കവിതയിലെ പാഠാന്തര ബന്ധത്തെപ്പറ്റി ചിന്തിച്ചത് ഇ.വി. രാമകൃഷ്ണനാണ്. വാക്കിലെ സമൂഹം, അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്, വാക്കിലെ സമൂഹം. ആ ശീർഷകത്തിൽ തന്നെ അതിലൊരു ആശയം അടങ്ങിയിട്ടുണ്ട്. വാക്കിൽ സമൂഹത്തെ നിറച്ച കവി. ഓരോ വരിയിലും നമ്പ്യാർ ചേർത്ത് വച്ചിരിക്കുന്ന അനേകം പാഠങ്ങളും അവ തമ്മിലുള്ള അർത്ഥതലത്തിലുള്ള ബന്ധങ്ങളും ആശയത്തിന്റെ ബഹുസ്വരതയും അതിൽ ഇ.വി. രാമകൃഷ്ണൻ ചർച്ച ചെയ്യുന്നു. നാൽപ്പത്തിരണ്ട് തുള്ളൽ കൃതികളാണ് നമ്പ്യാരുടേതായിട്ട് നിസ്തർക്കം നമുക്ക് പറയാവുന്നത്. ഡോക്ടർ വി. ശർമ്മ സമ്പാദനവും പഠനവും നിർവഹിച്ച പുസ്തകത്തിൽ അതിന്റെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഓട്ടൻതുള്ളലുകൾ 21 എണ്ണമാണ്. നളചരിതം, സന്താനഗോപാലം, സത്യാസ്വയംവരം, കാർത്ത വീരാർജുന വിജയം, സമന്തകം, ഘോഷയാത്ര, കിരാതം, രുക്മിണീ സ്വയംവരം, പ്രദോഷ മാഹാത്മ്യം, അഹല്യാമോക്ഷം, സീതാസ്വയംവരം, രാവണോത്ഭവം, ബാലിവിജയം, ഹിഡുംബവധം, ഭഗവധം, പാത്രചരിതം, ശീലാവതീചരിതം, ബാണയുദ്ധം, ഗോവർദ്ധനചരിതം, രാമാനുചരിതം, നിവാതകവചവധം. ഇങ്ങനെ 21 കൃതികളാണ് ഓട്ടൻതുള്ളൽ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ശീതങ്കത്തുള്ളൽ, കല്യാണ സൗഗന്ധികം, ഗണപതി പ്രാതൽ, സുന്ദോപസുന്ദോപാഖ്യാനം, ഹരിണീ സ്വയംവരം, കൃഷ്ണലീല, ഹനുമദുത്ഭവം, പൗണ്ഡ്രകവധം, കാളിയമർദ്ദനം, നൃഗമോക്ഷം, ധ്രുവചരിതം, ബാല്യുത്ഭവം. ഇങ്ങനെ 11 കൃതികൾ ശീതങ്കത്തുള്ളൽ. അതിൽ കല്യാണ സൗഗന്ധികമാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായിട്ട് പരിഗണിക്കുന്നത്. പറയൻതുള്ളൽ, പാഞ്ചാലി സ്വയംവരം, നാളായണീ ചരിതം, പഞ്ചേന്ദ്രോപാഖ്യാനം, ത്രിപുരദഹനം, പുളിന്തി മോക്ഷം, കീചകവധം, സഭാപ്രവേശം, ഹരിശ്ചന്ദ്രചരിതം, കുംഭകർണവധം, ദക്ഷയാഗം. 10 പറയൻതുള്ളൽ. അങ്ങനെ 42 തുള്ളൽ കൃതികളാണ് നമ്പ്യാരുടേതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. തുള്ളൽ കൃതികളെ കൂടാതെ അദ്ദേഹം കിളിപ്പാട്ടുകൾ, വഞ്ചിപ്പാട്ടുകൾ, മണിപ്രവാളകാവ്യം, ആട്ടക്കഥകൾ തുടങ്ങി അക്കാലത്ത് നടപ്പുള്ള ഒട്ടുമിക്ക സാഹിത്യരൂപങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തു.
അദ്ദേഹത്തിന്റെ ആട്ടകഥകൾ കംസവധം, കൈലാസയാത്ര, ഗോവർദ്ധനയോഗം, പാലാഴിമഥനം, ബാണയുദ്ധം, രാസക്രീഡ, രുക്മിണീ സ്വയംവരം, ശംബരവധം, സമന്തകം. മലയാളത്തിന്റെ വിസ്മയമാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. തുള്ളലും അഭിനയവും പാട്ടും ഒന്നിച്ച് നിർവഹിക്കുന്ന കലാരൂപമാണിത്. ഇത് മൂന്നും ഒരേ സമയം നിർവഹിക്കുക വലിയ വെല്ലുവിളിയാണ്. കുഞ്ചൻ നമ്പ്യാരെ ഹാസ്യകവി എന്ന കള്ളിയിൽ ഒതുക്കുകയാണ് പിൽക്കാല നിരൂപകന്മാരിൽ അധികം പേരും ചെയ്തത്. അറിവിന്റെ തമ്പുരാനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. പുരാണങ്ങൾ, ആട്ടപ്രകാരങ്ങൾ, നാട്യശാസ്ത്രം, വൈദ്യം, ജ്യോതിഷം, ആയുർവേദം, അനുഷ്ഠാനകലകൾ, ക്ഷേത്രകലകൾ, നാടോടിക്കലകൾ, കലാവിനോദങ്ങൾ, വാദ്യകല, സംഗീതം, സാഹിത്യം, അഭിനയം, താളം, രാഗം, യുദ്ധമുറകൾ, സദ്യവട്ടങ്ങൾ, നായാട്ട്, നാട്ടുവർത്തമാനങ്ങൾ, പഴഞ്ചൊല്ലുകൾ എന്നിവയിലുള്ള അറിവും സംസ്കൃതം, തമിഴ്, ഹിന്ദുസ്ഥാനി, പ്രാകൃതം തുടങ്ങിയ ഭാഷകളിലുള്ള ജ്ഞാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേരള ചരിത്രം, ക്ഷേത്രഭരണം, രാജ്യഭരണം, ഭരണതന്ത്രം, ഉപാസനാമാർഗങ്ങൾ തുടങ്ങിയവയിലെല്ലാം നമ്പ്യാർക്ക് അറിവുണ്ടായിരുന്നു. 1000 വട്ടം നമ്പ്യാർ കൃതികൾ വായിച്ച പദസമ്പത്താണ് എനിക്കുള്ളതെന്ന് ചങ്ങമ്പുഴയുടെ അഭിപ്രായം ഇത്തരുണത്തിൽ ഓർക്കാം. ഏത് കാലത്തും അരങ്ങിന് യോജിക്കുന്ന ഒരു കലയെന്ന നിലയിലാണ് തുള്ളൽ എന്ന കലാരൂപത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഇതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.